ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് 10ാമത്തെ എപ്പിസോഡിലേക്കാണ് കിടക്കണേ. ഈ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് 2 ചാപ്റ്റർ ഇടാൻ കരുതിയിരിക്കണേ. അപ്പോൾ എല്ലാവരും ഈ എപ്പിസോഡ് കാണണം എന്നാണ് ഞാൻ പറയണത്. കാരണം നമ്മൾ ലുക്കിസം ഇടാൻ കരുതിയിരുന്നു, പക്ഷേ ലുക്കിസം ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി പോണേ. ചിലപ്പോൾ ലുക്കിസം വേറൊരാൾക്കാരുടെ അതേമാതിരി ഈ ചാനലിൽ കമൻറ്റ് ഇടുന്ന പോലെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യും. പിന്നെ നമ്മളെ ചാനലിൽ 72 സബ്സ്ക്രൈബേഴ്സായി, അത്യാവശ്യം വലുതായിക്കണ്. വേഗം നമ്മൾക്ക് ഇതിലേറെ വേഗമാണ് ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആക്കുകയും ചെയ്യും. അതേമാതിരി നമ്മളെ വീഡിയോൻ്റെ ഡ്യൂറേഷനും കൂട്ടിക്കൊണ്ടിരിക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യുക പരമാവധി. അതേമാതിരി ഈ ഇതിൽ കൾട്ടിവേഷൻ ലെവലൊക്കെ നമ്മൾ ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. കാരണം കൾട്ടിവേഷൻ ലെവൽ അറിയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ മാനുവയിൽ. അതിൽ ഞാൻ എല്ലാതും എടുത്ത് വെച്ചിക്കണ്. എല്ലാവരും അത് പരമാവധി ഒന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ വേറെ വല്ല മാനുവലും ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വിക്കി ആ റോഡ് ഭൂമിയിൽ തറച്ച് മറ്റുള്ളവരോട് അവൻ്റെ ആദ്യ ലോ പറയുന്നതാണ്. ആദ്യത്തെ ലോ എന്താണെന്ന് വെച്ചാൽ, ആ റോഡ് ആരാണോ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് ആ എടുക്കുന്ന ആൾക്ക് 100 മില്യൺ ഗോൾഡ് അവൻ കൊടുക്കുന്നതാണെന്ന്. ഇത് കേട്ടതും വൈസ് കൗൺസിൽ മെമ്പേഴ്സ് തന്നെ ഷോക്കായിപ്പോയി. അതെന്താ, ആർക്കും ഈ റോഡ് എടുക്കാൻ കഴിയില്ലേ? എന്താ ഇവിടുത്തെ എല്ലാവർക്കും $100 മില്യൺ വേണ്ട? വിക്കി മനസ്സിൽ പറയുന്നു, ഇതുകൊണ്ടൊരു കാര്യവുമില്ല. വിക്കി രണ്ടാമത്തെ ലോ പറയുന്നു, ഈ റോഡ് ആരാണോ ഇവിടുന്ന് എടുക്കുന്നത് ആ എടുക്കുന്ന ആൾക്ക് ഞാൻ 1000 മില്യൺ ഗോൾഡ് നൽകുന്നതാണ്. അവിടെയുള്ള ഒരു വ്യക്തി പറയുന്നു, നിനക്കറിയോടാ നീ എത്ര റെഡിക്കുലസ് ആണെന്ന്? നീ എന്താടാ ഞങ്ങളെ കളിയാക്കുക? അവിടെയുള്ള എല്ലാവരും പറയുന്നു, ഇദ്ദേഹം പറയുന്നത് ശരിയാണ്, അവൻ നമ്മളെ കളിയാക്കുകയാണ്. ഈ വിഡിപ്പയ്യൻ എന്തായി പറയുന്നത്? 1000 മില്യൺ ഗോൾഡ് കോയിൻ ഇവൻ നമുക്ക് ആ റോഡ് എടുത്താൽ തരുമെന്നോ? മാനേജർ പറയുന്നു, ഞങ്ങളെന്തൊരു ദുരന്തങ്ങളാ? വിക്കി ഒരു തവണ കൂടി ചോദിക്കുന്നു, ഇതെടുക്കാൻ ഇവിടെ ആരുമില്ലേ? ഇത് കേട്ടതും അവിടെയുള്ള എല്ലാവരും പരിഭ്രാന്തിയിലാകുന്നു. വിക്കി അവൻ്റെ മൂന്നാമത്തെ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റോഡ് ആരാണോ ഇവിടുന്ന് എടുക്കുന്നത് ആ എടുക്കുന്ന ആൾക്ക് ഞാൻ 10 മില്യൺ ഗോൾഡ് കൊടുക്കുന്നതാണ്. അവിടെ കൂടിയെന്ന ജനങ്ങളെല്ലാം പറയുന്നു, ഇവിടെ നടക്കുന്നത് ഇപ്പോൾ എന്താണ്? അവിടെയുള്ള ഓരോരുത്തർക്കും അത് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിൽ അതിലും വലിയൊരു ഭയമുണ്ട്. എടാ, നിനക്ക് തോന്നുന്നുണ്ടോ അവൻ്റെ അടുത്ത് ചെന്നാൽ അവൻ നമ്മളെ വെറുതിനോടുന്ന്? അവൻ്റെ കയ്യിൽ സോഡ ഉണ്ടില്ല, നീ ഉറപ്പായി അവൻ നമ്മളെ കൊല്ലും. അവൻ ചിലപ്പോൾ നമ്മളെ രാജ്യദ്രോഹികളാക്കാനായിരിക്കും കരുതുന്നത്. എടാ, ചിലപ്പോൾ അത് നല്ല ഭാരമുള്ള ദണ്ഡായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറയണേ. അല്ലടാ, അത് കടന്ന് ആടുന്നുണ്ട്. അവൻ എന്തോ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യണത്, അതെന്താണെന്ന് അറിയില്ല. അവിടെയുള്ള എല്ലാവരുടെയും ഉള്ളിൽ പേടിയുള്ളത് കൊണ്ട് തന്നെ ആരും അങ്ങോട്ട് അടുത്തില്ല. മാനേജർ വന്നാണ്ട് നമ്മളെ ഹീറോനോട് പറഞ്ഞു, നമ്മളടുത്ത് അത്ര പൈസ ഇല്ല സാർ. അപ്പോഴാണ് ഒരു കുഞ്ഞ് കൈ പൊക്കുന്നത്. എനിക്ക് ശ്രമിക്കാൻ പറ്റുമോ സാർ? ഒരു അങ്കിൾ അവിടെ വന്ന് അവളോട് പറഞ്ഞു, നീ ആ ഫ്ലവർ ലേഡി അല്ലേ? നീ എന്തിനാണ് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത്? എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ മോളെ, അവൻ ഡേഞ്ചറാണ്, അവൻ നിന്നെ കൊന്നുകളയും. ആ കുഞ്ഞു പറഞ്ഞു, എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ അമ്മയെ നോക്കേണ്ടി ഞങ്ങൾ. അങ്കിളിന് കുഞ്ഞിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അവൾ ചെന്ന് വിക്കറിൻ്റെ അടുത്ത് നിന്നു. ആ സമയം അവളുടെ ഉള്ളിൽ ഭയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹം എന്നെ ഇവിടെ വെച്ച് കൊല്ലുമോ? എനിക്കറിയില്ല. ഞാനിതിലേക്ക് എന്തിനാ വോളണ്ടിയർ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് വിക്കി ഭാസ്കർ അവളോട് പറയുന്നത്, എടുക്ക് ഇത്. ആ കുഞ്ഞവിടെ കുത്തിരുന്ന് ആ ദണ്ട് അവളുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് വലിച്ചു. പക്ഷേ അത് പെട്ടെന്നായിരുന്നു അവളുടെ കയ്യിലേക്ക് ഊരിപ്പോകുന്നത്. അവിടെ ഒത്തുകൂടിയ എല്ലാ ജനങ്ങളും ഇനി എന്താണ് ആ കുഞ്ഞിന് സംഭവിക്കുക എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വിക്കർ അവൻ്റെ കൈ ആ സോഡിലേക്ക് അടുപ്പിച്ചത്. അത് കണ്ടതും ആ കുഞ്ഞു പേടിച്ച് കണ്ണടച്ചു. ഇദ്ദേഹം എന്താ എന്നെ കൊല്ലാൻ പോവുകയാണോ? പക്ഷേ ഇദ്ദേഹം എന്തിനാണ് എന്നെ ഇനി കൊല്ലുന്നത്? എന്താണ് അതിൻ്റെ റീസൺ? ഞാൻ ഈ നോബലിനെ ചോദ്യം ചെയ്തതുപോലെ ഇത് എനിക്കറിയില്ല. അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മേ. എന്നാൽ പെട്ടെന്നായിരുന്നു വിക്കി അവളുടെ മുന്നിൽ ഒരു പൗച്ച് നീട്ടിയത്. അത് ഫുള്ളും ഗോൾഡായിരുന്നു. ഇതാ നിനക്കുള്ള ഗോൾഡ്. ഇത് കണ്ടതും ആ കുഞ്ഞ് ഷോക്കായിപ്പോയി. അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും ഇത് കണ്ടതും ഷോക്കായിപ്പോയി. വിക്കി അവളോട് ചോദിച്ചു, നിന്റെ വീടെവിടെ? 10,000 മില്യൺ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഹെവിയല്ലേ? നിനക്ക് വേണ്ടി ഞാൻ 2 ഗാർഡ്സിനെ തരാം, ഇത് നിന്റെ വീട്ടിലേക്ക് എത്തിക്കാം. വിക്കി കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, ലോ ഇതാണ്, ഇത് ഫോളോ ഉറപ്പായും ചെയ്യണം. ഇത് കേട്ടതും അവിടെയുള്ള ജിയോ മുതൽ
അവിടെയുള്ള എൻ്റെ ജനങ്ങൾ വരെ ഷോക്കായിപ്പോയി. ആ പൗച്ചിലുള്ളത് മുഴുവൻ ഒറിജിനൽ ഗോൾഡ് കോയിനായിരുന്നു. അന്നത്തോടെ അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി വിക്കി ഭാസ്കറിൻ്റെ ലോ ആരാണോ എതിർക്കുന്നത് അവർക്കുറപ്പായും ശിക്ഷയും, ആരാണോ ഒബേ ചെയ്യുന്നത് അവർക്കുറപ്പായും റിവാർഡും ലഭിക്കുമെന്ന്. ഈ കാര്യം അവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണ് അവൻ അടിച്ചു തറച്ചത്. വിക്കിയുടെ പുതിയ ലോ കൊണ്ട് അവിടെയുള്ള ക്രൈമെല്ലാം കുറയുകയാണ് ചെയ്തത്. വിക്കി ചുവാവോട് പറയാണ്, നിന്റെ ഈസ്റ്റേൺ റേറ്റിംഗ് അടിപൊളിയായിരിക്കുന്നു എന്ന്. താങ്കളുടെ പുതിയ റൂൾസ് കാരണം ഞാൻ ഇമ്പ്രസീവ് ആയിരിക്കുകയാണ്. ഇത്രയും കാലം ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത്. സിറ്റിസൺസിന് ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ട്രസ്റ്റാണ്. അവർക്ക് നമ്മളുടെ മേലുള്ള ട്രസ്റ്റ് കൂട്ടണം. അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ തുടക്കം കരുതിയത് അവരുടെ അറ്റൻഷൻ കിട്ടാൻ ഞാൻ കുറച്ച് ഗതിയിടുമെന്നായിരുന്നു. പക്ഷേ ഇത് എളുപ്പമായി തീർന്നു. വിക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ചുവ പറയുന്നത്, ഞാൻ താങ്കളുടെ എല്ലാ ഓർഡേഴ്സും അതുപോലെ ഫോളോ ചെയ്യുന്ന സാർ. ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് ഇന്നാണ് എൻ്റെ എഫേർട്ടിന് ആദ്യമായിട്ട് ഒരു വാല്യൂ ഞാൻ കാണുന്നത് സാർ. നീ സമാധാനിക്ക് ചുവോ, ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിയില്ലേ. ഈ പെർഫോമൻസ് ആക്ച്വലി കീമസിൻ്റേതായിരുന്നു ഞാൻ റീഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ വെറും 10% മാത്രമേ ക്രൈം റേറ്റ്സ് ഉണ്ടായിരുന്നത്. കീമസിൻ്റെ ഉള്ളിൽ ആ ടൈമിൽ ഭയമുണ്ടായിരുന്നു. സിറ്റിസൺസൊന്നും അവളെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതി. വിക്കി പറഞ്ഞു, പ്രോബ്ലം ഇപ്പോഴാണ് സ്റ്റാർട്ടായത്. നമ്മൾ 100 മില്യൺ ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് വാങ്ങാനും സാധിക്കണ്ടേ. വിക്കി മാപ്പിൽ കുറച്ച് സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുന്നു. അവിടെയൊക്കെ ഇല്ലീഗൽ ഗ്രൂപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിക്കി പറഞ്ഞു, ഈ ലൊക്കേഷൻ നമ്മൾ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുവ ഇത് കണ്ട് അന്തം വിട്ടുപോയി. സാറിനെങ്ങനെ മനസ്സിലായി ഇത് ക്രിമിനൽസിൻ്റെ ഏരിയ ആണെന്ന്? വിക്കി പറഞ്ഞു, എനിക്കത് സ്മെൽ ചെയ്യാൻ സാധിക്കുന്നുവെന്ന്. ആ സമയം തന്നെ നമ്മളെ വിക്കി മനസ്സിൽ പറയണ്ടേ, ഞാൻ റീഗ്രേഷന് മുന്നേ അവിടെ സർവേ ചെയ്തത് നന്നായി. അതോടുകൂടി അവിടെ എല്ലാവർക്കും മനസ്സിലായി വിക്കി ഭാസ്കർ കണ്ണും ചിമ്പിയല്ല ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് എന്ന്. പെട്ടെന്നായിരുന്നു അങ്ങോട്ടൊരു വർക്കർ വന്ന് പറയുന്നത്, മാനേജർ, ആ അസോസിയേഷൻസ് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് വിക്കി പറയുന്നത്, അപ്പോൾ സമയമായല്ലേ? ആ ആരോജൻ ബാസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യണമെന്നാണോ അവൾ പറയണത്? അപ്പോൾ എനിക്കവരെ പഠിപ്പിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഈ പറയുന്ന അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്തത് ആ വില്ലേജിലുള്ള മെയിനായിട്ടുള്ള ക്ലാനുകൾ കൂട്ടിച്ചേർത്താണ്. അതും 7 ഫാമിലീസ് ആണ് അതിലുള്ളത് അസോസിയേഷൻ. അപ്പോൾ മച്ചന്മാരെ ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഫൈറ്റിങ്സിനൊക്കെ ഇന്നലെ എടുക്കണമെങ്കിൽ എത്തിയിരുന്നു, പക്ഷേ അത് നാളത്തെ ചാപ്റ്ററിലേക്ക് പോയി. അപ്പോൾ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.